ഇത് മോഹൻജിയാണ്. ഇന്നൊരു യുവാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ വിജയിപ്പിക്കുക എന്നതായിരുന്നു ആ ചോദ്യം. വളരെ മനോഹരമായ ചോദ്യം. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റുള്ളവരെ വിജയിപ്പിക്കുക എന്നത് വളരെ വലിയൊരു ചിന്തയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടേയില്ല. ഞാൻ മറ്റുള്ളവരെ വിജയിപ്പിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മോഹൻജി എന്നൊരു വേദി ഒരുക്കി അതിലൂടെ ഒരുപാട് ആളുകൾ സംതൃപ്തി കണ്ടെത്തുന്നു. ഇതിൻ്റെയെല്ലാം ക്രെഡിറ്റ് ഞാൻ നമ്മുടെ പാരമ്പര്യത്തിന് നൽകുന്നു. ഞാൻ ഒന്നിൻ്റെയും ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാറില്ല. എങ്കിലും നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? നമ്മൾ എവിടെ നിന്നെങ്കിലും തുടങ്ങിയേ തീരൂ. നമ്മൾ ആദ്യം നമ്മളെ തന്നെ സഹായിക്കണം. സഹായം തേടുന്ന ഒരാളുടെ കൈ പിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്ഥിരതയുള്ളവരായിരിക്കണം. ഒരാളെ തന്നിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ വഴികാട്ടി ആവശ്യമുള്ളവർക്ക് അത് നൽകാൻ സാധിക്കും. ഇതെല്ലാം സാധ്യമാണ്. ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. എൻ്റെ കുട്ടിക്കാലം, യൗവനം, ജോലി ചെയ്ത കാലം, ഇവിടേക്കെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ എന്താണ് ചെയ്തിരുന്നത്? ഞാൻ എന്നെ തന്നെ സഹായിക്കുകയായിരുന്നു. ആ പ്രക്രിയയിൽ ഞാൻ മറ്റുള്ളവരെയും സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കണം. വളരെ യുക്തിസഹമായ രീതിയിലാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ആത്മീയമായോ മറ്റോ ഉള്ള രീതിയിലല്ല. നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, അങ്ങനെ പലരിൽ നിന്നും. ഇന്ന് നമ്മൾ ആരാണോ അതിന് പിന്നിൽ വലിയൊരു പശ്ചാത്തലമുണ്ട്. 9 മാസത്തോളം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞതിനാൽ മറ്റാരേക്കാളും ആഴത്തിലുള്ള ബന്ധം അമ്മയ്ക്കുണ്ട്. അമ്മയിൽ തുടങ്ങി ഘട്ടം ഘട്ടമായി സമൂഹത്തിൽ നിന്നും, പരിസ്ഥിതിയിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും നമുക്ക് വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും വികാരങ്ങളും എന്തിനോടൊക്കെയോ ബന്ധപ്പെട്ടിരിക്കുന്നു. അവയൊന്നും ഒറ്റപ്പെട്ടതല്ല. ഈ വലിയ ക്യാൻവാസിലേക്ക് നോക്കിയാൽ നമ്മളെ സഹായിച്ചവർ അസംഖ്യമാണെന്ന് കാണാം. അവരെ എണ്ണി തീർക്കാൻ നമുക്കാവില്ല. ഇത്രയും കാലം നമ്മൾ ഭൂമിയിൽ നടന്നിട്ടും പലപ്പോഴും ആരെയും നന്ദിയോടെ സ്മരിച്ചിട്ടില്ല എന്നത് അത്ഭുതകരമാണ്. നമ്മൾ എല്ലാം നിസ്സാരമായി കണ്ടു. നമ്മൾ ആരെയും ആഴത്തിൽ അഭിനന്ദിച്ചില്ല. ഭാഗികമായോ തിരഞ്ഞെടുക്കപ്പെട്ടവരെയോ മാത്രമായിരിക്കാം നമ്മൾ അഭിനന്ദിച്ചത്. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇത് ശരിയല്ല, ആളുകൾ ശരിയല്ല, എനിക്ക് വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതിപ്പെടുന്നു. പക്ഷേ നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളെയും നമ്മൾ അഭിനന്ദിക്കാൻ തുടങ്ങിയോ? ഇന്ന് നിങ്ങൾ ആരാണോ അത് ഈ അനുഭവങ്ങളുടെ എല്ലാം ആകെത്തുകയാണ്. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ നമ്മളെ ജീവിതം മനസ്സിലാക്കാൻ സഹായിച്ചു. ഇത് അത്ഭുതകരമല്ലേ? അങ്ങനെ നിങ്ങൾ ഒരു പക്വതയിൽ എത്തുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും സ്നേഹവും സമയവും പണവും എല്ലാം മറ്റുള്ളവർക്ക് നൽകാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളെ കൂടുതൽ സന്തോഷവാനാക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് യഥാർത്ഥ സന്തോഷം. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ഘട്ടത്തിൽ നമ്മൾ പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് പോകുന്നു. നമ്മളൊരു കുടുംബത്തിൽ ജനിക്കുന്നു. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കുടുംബമുണ്ടോ? ഈ ചോദ്യം പ്രസക്തമാണ്. കാരണം നമ്മൾ ആദ്യം നമ്മളെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു കുടുംബമില്ലാത്തത്. ആദ്യം നമ്മളെ തന്നെ സഹായിക്കണം. എങ്കിൽ മാത്രമേ ലോകത്തെ സഹായിക്കാൻ കഴിയൂ. നമ്മളെ അംഗീകരിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയൂ. എല്ലാം നമ്മളെക്കുറിച്ചാണ്. നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനം. ദേഷ്യത്തോടും നിരാശയോടും അരക്ഷിതാവസ്ഥയോടും കൂടിയാണ് നമ്മൾ നമ്മെ കാണുന്നതെങ്കിൽ ലോകത്തെയും നമ്മൾ അങ്ങനെ തന്നെ കാണും. ലോകം ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ പ്രതിഫലനമാണ് നാം അവിടെ കാണുന്നത്. നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. നമുക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. ആ ഇടപാടിൽ നമ്മൾ ഒരു ബന്ധത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ താരതമ്യം ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്? അരക്ഷിതാവസ്ഥയുള്ളവരാണ് താരതമ്യം ചെയ്യുന്നത്. ആത്മവിശ്വാസവും സംതൃപ്തിയുമുള്ളവർ മറ്റൊരാളെ അഭിനന്ദിക്കുകയേ ഉള്ളൂ, താരതമ്യം ചെയ്യില്ല. മത്സരത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. നമുക്കെന്തോ കുറവുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നത്.
പക്ഷേ ഇതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കില്ല. ലോകത്തിന് ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുന്നത്. നമ്മൾ ലോകത്തെ സഹായിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വയം സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓർമ്മിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ, ലോകത്തെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ, സ്വയമേവ നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുകയും നമ്മെ തന്നെ സുസ്ഥിരമാക്കുകയും ചെയ്യുന്നു. നമ്മൾ സ്ഥിരതയുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായി മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിനകം തന്നെ സുസ്ഥിരനാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. ലോകത്ത് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഉന്നത ബോധമുള്ള ആളുകൾ എപ്പോഴും ലോകത്തിന് ലഭ്യമായിരിക്കും. അവർ വീട്ടിലിരുന്ന് സ്വന്തം സുഖം മാത്രം നോക്കില്ല. അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരും, ചിലപ്പോൾ തങ്ങളെ തന്നെ അംഗീകരിക്കാത്തവരും, സ്വയം സഹായിക്കാത്തവരും, അല്ലെങ്കിൽ മത്സരങ്ങൾക്കും താരതമ്യങ്ങൾക്കും അപ്പുറത്തേക്ക് തങ്ങളെ തന്നെ പാകപ്പെടുത്തി എടുക്കാത്തവരും ആദ്യം അത് ചെയ്യേണ്ടതുണ്ട്. അവർ ലോകത്തിന് ലഭ്യരല്ല, കാരണം അവർ ഒരു സ്വാർത്ഥ ജീവിതമാണ് നയിക്കുന്നത്. അവർ ആളുകളോട് യോജിക്കുന്നില്ല, അവർ ആളുകളെ അംഗീകരിക്കുന്നില്ല, അവർ ആളുകളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. പക്ഷേ അവർ സ്നേഹം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹം നൽകാതെ സ്നേഹം ലഭിക്കുമോ? നിങ്ങൾ എന്തു നൽകുന്നുവോ അത് മാത്രമേ നിങ്ങൾക്ക് തിരികെ ലഭിക്കൂ. ഇതാണ് ലോകത്തിൻ്റെ രീതി. നമ്മൾ ഉള്ളിലേക്ക് നോക്കി നമ്മളെ തന്നെ കണ്ടെത്തണം. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്താനും സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വേദിയാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അത് ആർക്കും പിന്നിലോ മുന്നിലോ അല്ല, എല്ലാവർക്കും ഒപ്പമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്തതെന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യത്തിനും മത്സരത്തിനും പ്രേരിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും അതുല്യരാണ്. പ്രകൃതി നൽകുന്ന എല്ലാ കഴിവുകളും നമുക്കുണ്ട്. ഈ ചിന്തയോടെ ഞാൻ നിങ്ങളെ വിടുന്നു. അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ചർച്ച ചെയ്യുക. നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഇത് മോഹൻജി.